സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്തിന് നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല, അങ്ങനെ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്നാൽ ശരീരത്തെ നീ ആക്ഷേപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടോ സന്തോഷിച്ചുകൊണ്ടോ അല്ലല്ലോ ശരീരത്തെ നീ ആക്ഷേപിക്കേണ്ടത്. നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അത് വന്നു പോയല്ലോ, ചെയ്തു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നിങ്ങനെ അള്ളാഹു വിരോധിച്ചത് ചെയ്തു പോയതിലും അള്ളാഹു കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയതിലും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യസന്ധമായി നീ ശരീരത്തെ ആക്ഷേപിക്കണം. ശരീരത്തോട് നീ മുഖം ചുളിക്കണം. ഹസീനുൽ ഖൽബ്, ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമുണ്ടാകണം. മുൻകസിറുൻ ദലീൽ, മനസ്സ് പൊട്ടിയായിരിക്കണം. നീ വളരെ നിന്ദ്യനായിക്കൊണ്ടായിരിക്കണം. കാരണം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വഷളായല്ലോ, ഞാൻ കടപ്പാട് വീട്ടാത്തവനായല്ലോ, ഞാൻ കുറ്റവാളിയായല്ലോ. ഈ ചിന്തയിലാകണം നീ നിന്റെ ശരീരത്തെ ആക്ഷേപിക്കുന്നത്. അങ്ങനെ തെറ്റ് വന്നു പോയതിൽ മനസ്സിൽ ഖേദിച്ച് ദുഃഖിക്കുമ്പോൾ നിനക്ക് അള്ളാഹു സന്തോഷം പകരം തരും. നിന്യതക്ക് പകരം അള്ളാഹു ഇസ്സത്ത് തരും. ഇരുട്ടിന് പകരം പ്രകാശം തരും. അള്ളാഹുവും അള്ളാഹുവിന്റെ റഹ്മത്തും തമ്മിലുള്ള മറ, ആ മറ നീങ്ങി നിനക്ക് അള്ളാഹുവിലേക്ക് ആത്മീയമായി ലയിക്കാനുള്ള തുറക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അപ്പൊ നമ്മൾ എപ്പോഴും താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഓർമ്മിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാകണം. അതാണ് നമ്മുടെ പാരത്രിക വിജയത്തിന് ഏറ്റവും ആവശ്യമായ വിഷയം. വീണ്ടും മഹാനവറുകൾ പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ഇദാ കാന ലക വകീലുൻ യുഹാസിബു നഫ്സഹു വയുഹഖിഖുഹാ. നീ ഒരു വിഷയത്തിൽ ഒരാളെ ഏൽപ്പിച്ചു, അങ്ങനെ നിന്റെ വക്കീലായി, നീ ഏൽപ്പിച്ച വ്യക്തിയായി, നിന്റെ ഡയറക്ടറായി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നീ ഏൽപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കൈകാര്യത്തിൽ അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അദ്ദേഹത്തെ ശരീരത്തെ ശരിക്കും കണക്ക് കൊടുക്കും. ഞാൻ ശരിക്കും ഡ്യൂട്ടി എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഞാൻ അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടോ, ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ, എന്റെ അടുക്കൽ അതൊക്കെ കൃത്യമാണോ, അതിന്റെ എല്ലാ വരവും ചെലവും സംഭവങ്ങളൊക്കെ ഞാൻ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ടോ എന്ന് സ്വന്തത്തിൽ കണക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ നീ വക്കീലാക്കിയാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله.
അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സ്വന്തം തന്നെ അദ്ദേഹത്തെ കണക്ക് നോക്കുകയും ആത്മവിമർശനം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ അദ്ദേഹത്തെ കണക്ക് നോക്കൂല. കാരണം അയാൾ സ്വന്തം തന്നെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട്. അവൻ സ്വന്തം തന്നെ അവന്റെ ശരീരത്തെ ശരിക്കും കണക്ക് നോക്കി അത് ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ നീ അധികം കണക്ക് നോക്കൂലല്ലോ. എന്നാൽ സ്വന്തം ശരീരത്തോട് വേണ്ടതുപോലെ കണക്ക് ചോദിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ് നീ കാര്യം ഏൽപ്പിച്ചു കൊടുത്തതെങ്കിൽ നീ നന്നായി അദ്ദേഹത്തെ കണക്ക് നോക്കുകയും ഓരോന്നും ചോദ്യം ചെയ്യുകയും ചെയ്യൂലേ. അദ്ദേഹത്തെ കണക്ക് നോക്കുന്നതിൽ നിങ്ങൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കൂലേ. ഇതനുസരിച്ച് എല്ലാ പ്രവൃത്തിയും അല്ലാഹുവിന് വേണ്ടിയാകണം. ഒരിക്കലും നീ വിചാരിച്ചു പോകരുത് നീ ഒരു കാര്യം ചെയ്തിട്ട് അല്ലാഹു കണക്ക് ചോദിക്കൂല എന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യനിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അവന് അതോടുകൂടെ ഒരു ഇരുട്ട് സംഭവിക്കും. തെറ്റിന്റെ ഉദാഹരണം തീ പോലെയാണ്. അതിനാൽ സംഭവിക്കുന്ന ഇരുട്ട് അതിന്റെ പുകയാണ്. ഒരാൾ ഒരു റൂമിൽ 70 കൊല്ലം തീ കത്തിച്ചാൽ അലാ തറാഹു യസ്വദു, ആ അടുക്കള മുഴുവനും കറുത്തുപോകുന്നത് നീ കാണുന്നില്ലേ? ഇതുപോലെ നിന്റെ ശരീരം കൊണ്ട് നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് കറുത്തുപോകുന്നു, മനസ്സിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നു. കദാലികൽ ഖൽബു യസ്വദു ബിൽ മഅസിയ, ഇതുപോലെ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയം കറുത്തുപോകുന്നു. അത് ശുദ്ധീകരിക്കാൻ, ആ പുക നീക്കാനുള്ള വഴി എന്താണ്? ഫലാ യത്ഹുറു ഇല്ലാ ബിത്തൗബത്തി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ആ തൗബ കൊണ്ടല്ലാതെ മനസ്സ് ശുദ്ധീകരിക്കാൻ കഴിയില്ല, മനസ്സിന്റെ ഇരുട്ട് നീക്കാൻ കഴിയില്ല. ആകയാൽ എല്ലാ നിന്യതയും എല്ലാ ഇരുട്ടും എല്ലാ മറയും സംഭവിക്കുന്നത് തെറ്റുകളുമായി ബന്ധപ്പെടുമ്പോഴാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ തെറ്റിന്റെ പാടുകൾ നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും അല്ലാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിന്റെ പൂർണ്ണമായ അടിമയാണ് ഞാനെന്നും ഉടമസ്ഥനല്ല ഞാനെന്നും ആ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കൽ എന്റെ കടപ്പാടാണെന്നുമുള്ള ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾ നല്ല വെള്ള ഡ്രസ് ഇട്ടത് കൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല വെള്ള തലക്കെട്ട് കെട്ടിക്കൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല താടി വെച്ചത് കൊണ്ട് രക്ഷപ്പെടൂല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. മഹാനവർകൾ ശേഷം പറയാണ്, ولا يدخل عليك الإهمال إلا بإهمالك عن متابعة النبي صلى الله عليه وسلم ولا تحصل لك الرفعة عند الله إلا بمتابعة النبي صلى الله عليه وسلم. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ പറഞ്ഞതുപോലെ മോശമായി നീങ്ങിപ്പോകാതെ നിനക്ക് നന്നായി വരണമെങ്കിൽ അതിനെല്ലാം ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. വൽ മുതാബഅതു ലഹു അലൈഹി സ്വലാത്തു വസ്സലാം അലാ ഖിസ്മൈനി, നബി തങ്ങളോടുള്ള പിന്തുടർച്ച രണ്ട് വിധമാണ്. ജലിയത്തുൻ വ ഖഫിയത്തുൻ, ഒന്ന് വളരെ വ്യക്തമാണ്, ഒന്ന് ഗോപ്യമാണ്. വൽ ജലിയത്തു, ഏതാണ് വ്യക്തമായി ബാഹ്യമായി കാണുന്നത്? കസ്സലാ,
കൃത്യമായി നിസ്കരിക്കണം, വസിയാം നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, വൽ ഹജ്ജ് ഹജ്ജ് ചെയ്യണം, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, വൽ ജിഹാദി വഗൈരി ദാലിക പടച്ചറബിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാഹ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ വൽ ഖഫിയ്യതു ഗോപ്യമായത് എന്താണ്? അൻ തഅതഖിദൽ ജംഅ ഫീ സ്വലാതിക വത്തദബ്ബുറ ഫീ ഖിറാഅതിക നിസ്കരിക്കുമ്പോൾ ഓതുന്നതും ചൊല്ലുന്നതുമൊക്കെ അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്റെ നിസ്കാരത്തിൽ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ് നിസ്കരിക്കണം. فإن فعلت الطاعة كالصلاة والقراءة ولم تجد فيها جمعا ولا تدبرا നീ നിസ്കരിക്കുന്നുണ്ട്, നീ ഖുർആൻ ഓതുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഫഅലം നീ മനസ്സിലാക്കണം അന്നബിക മർനൻ ബാതിനൻ നിനക്കെന്തോ ഒരു ആന്തരികമായ രോഗമുണ്ട്. അതെന്തായിരിക്കും ആ രോഗം? മിൻ കിബിരിൻ ഒന്നുകിൽ അത് അഹങ്കാരം, ഞാനൊരു വലിയവനാണെന്ന ചിന്ത, ഔജുബിൻ അല്ലെങ്കിൽ അതാകെ പെരുമ, ഞാൻ നല്ലവൻ എന്ന ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ ജോറാണെന്ന ചിന്ത, ഔ ഗൈരി ദാലിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ ഇങ്ങനെ വല്ലതും ഉണ്ടാകും. അതല്ലേ റബ്ബ് പറഞ്ഞത് ആർക്കും ഇവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല. ആരെങ്കിലും ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ആയത്തുകളെ തൊട്ട് അവനെ നമ്മൾ തിരിച്ചു കളയുമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ എപ്പോഴും ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം നീ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫയകൂനു മിസാലുക അപ്പ നിന്റെ ഉദാഹരണം കൽ മഹ്മൂമിൽ ലദീ യജിദു ഫീ ഫമിഹി സുക്കറ മുറാ പനി പിടിച്ചവന്റെ തൊള്ളയിലേക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഇട്ടുകൊടുത്താൽ അതിന് രുചി കിട്ടാത്തതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് രുചി കിട്ടുന്നില്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ രുചി കിട്ടുന്നില്ല, സദഖ ചെയ്യുമ്പോൾ അതിന് രുചി കിട്ടുന്നില്ല. കാരണം നിനക്ക് ഉള്ളിൽ പനിയുള്ളതുപോലെ നിന്റെ ഖൽബിൽ മോശമായ വികാരങ്ങളുണ്ട്. അതിനാൽ എപ്പോഴും നിന്റെ ഖൽബ് ശുദ്ധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം എന്ന് മഹാനവറുകൾ ഖുർആൻ ഓതി ഉപദേശിക്കുകയാണ്. അതിനാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം, അയൽവാസികളോട് നല്ല പെരുമാറ്റമാകണം, അതേ കുടുംബത്തോട് എപ്പോഴും ബന്ധം പുലർത്തണം, സ്വന്തം ഭാര്യമാർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ഉമ്മബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം, പ്രായമുള്ളവരെ നന്നായി ബഹുമാനിക്കണം, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാരും ഉസ്താദന്മാരോട് വലിയ സ്നേഹ ബഹുമാനമുണ്ടാകണം, സയ്യിദന്മാരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം, ദീനിന്റെ പ്രവർത്തനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സ്ഥാപനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സംരംഭങ്ങളോടും സംഘടനകളോട് കൂറുണ്ടാകണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോഴേ റബ്ബ് നമ്മളെ ഖബൂൽ ചെയ്യുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ മാത്രമേ അല്ലാഹു ഏതൊരു കാര്യവും സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്തി അൽ-അജ്മീനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇന്ത്യ രാജ്യത്ത് വലിയ ദീനി സേവനം ചെയ്തു. അവിടുത്തെ കറാമത്തുകൾ, എത്രയോ കറാമത്തുകൾ കണ്ട ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. എല്ലാ രാജാക്കന്മാരും മഹാനവറുകളെ ആദരിച്ചു. എന്തുകൊണ്ട്? മഹാനവറുകൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് സംശുദ്ധമായ മനസ്സോടുകൂടെ അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിച്ചു എന്നതാണ് അതിന്റെ കാരണം. നമുക്കും ഏറ്റവും ആവശ്യം തഖ്വയാണ്. ഞാൻ ഈ അടുത്ത് സുബ്ഹാനല്ലാഹ്
കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലയെ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാര് പോലും പാടാൻ മടിക്കുന്ന, ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത്, എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട്, അതേപോലെ കുപ്പായം ഊരി വെച്ച്, വേണമെങ്കിൽ ഒരു ടീഷർട്ടും ഇട്ട് ഒരു പാന്റും എടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തഖ്വയില്ലാതെയായി പോയത്? എന്തേ ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗമുണ്ട്, അതിലേക്ക് നിങ്ങൾ ഓടി വരണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ എന്നാണ് പറഞ്ഞത്. ഇന്ന ബിരുദമെടുത്ത ആൾക്ക് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല, ഇന്ന പേരുള്ളവർക്ക് എന്നല്ല. ഉഇദ്ദത്ത് സ്വർഗ്ഗം തയ്യാർ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ. അവരുടെ സ്വഭാവം എന്താണ്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും, ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കും. അതേപോലെ അവർ വെറുപ്പ് വന്നാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കില്ല, അത് വിഴുങ്ങിക്കളയും. വൽആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. വിശാലമായ മനസ്സുള്ളവർ, അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തഖ്വയുള്ളവരാകണം നമ്മൾ. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധത്തിന്റെ അണികളിലേക്ക്, ആ ബദർ യുദ്ധത്തിന്റെ രംഗത്തേക്ക് സഹാബികളെല്ലാം വന്നു നിൽക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഈ ആയത്തിന്റെ ഭാഗം ഓതി. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം, അല്ലാഹുവിന്റെ മാപ്പ്, മഗ്ഫിറത്ത്, അതിലേക്ക് വേഗം വരൂ എന്നറിയിക്കുന്ന ഈ ആയത്ത് ഓതിയപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കും. ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞു ഒന്നങ്ങ് ചാടിപ്പോയി, തുള്ളിപ്പോയി. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ? ഉമൈറേ, നിങ്ങൾ ചാടിയത് എന്തിനാണ്? തുള്ളിയത് എന്തിനാണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വലിയ അദബ് കാണിക്കേണ്ട സ്ഥലമല്ലേ, തുള്ളിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാ റജാ അന്നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗാവകാശിയാകണം എന്ന ചിന്തയിലല്ലേ തങ്ങളെ കൂടെ നടക്കുന്നത്, സ്വർഗത്തിൽ കടക്കണം എന്ന ചിന്തയിലല്ലേ ഈ ഖിദ്മത്തുകൾക്കെല്ലാം വന്നിട്ടുള്ളത്. നബിയേ, ആ മഹത്തായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പാവപ്പെട്ട എനിക്കും അതിൽ കയറാനും ഇരിക്കാനും എനിക്കതിൽ അവസരം ലഭിക്കുമെന്ന, അതിന്റെ അവകാശികളിൽ ഉൾപ്പെടുമെന്ന ചിന്ത കൽബിൽ നിറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തുള്ളിപ്പോയി നബിയേ. അപ്പോഴല്ലേ അവിടുന്ന് പറഞ്ഞത്, അന്ത മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗാവകാശി തന്നെയാണ് ഉമൈറേ. നമുക്ക് ദീർഘമായ കാലം, അതേ അതൊരു 100 വർഷമല്ല, 100 കോടി വർഷമല്ല, 100,000 കോടി വർഷമല്ല, തീരാത്ത കാലം സ്വർഗത്തിൽ കഴിയാനുള്ളവരാണ് മുത്തഖീങ്ങൾ.
റബ്ബേ അതിനൊന്നും ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരിയെ പോലെയുള്ള മഹാന്മാരെ പ്രിയം വെച്ചതിനാൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം തരണമല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സഞ്ചി എടുക്കുന്നു. ആ സഞ്ചിയിൽ കുറച്ച് കാരക്കകളുണ്ട്. ഓരോ കാരക്ക വായിലേക്കിട്ട് തിന്നുകയാണ്. അതിനിടയിലെ കാരക്കയും സഞ്ചിയും അവിടെ വെക്കുകയാണ്. എന്നിട്ട് പറയാണ് ലൈനൈതു ഹത്താ അകുല തംറാതി ഹാദാ ഇന്നഹാ ലഹയാത്തുൻ ത്വീല. ഈ കാരക്ക മുഴുവനും തിന്ന് തീരുന്നത് വരെ ജീവിച്ചാൽ അതൊരു നീണ്ട ജീവിതമാണല്ലോ. പടച്ചറബ് സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനല്ലേ പറഞ്ഞത്. ആ കാരക്കയും വേഗം അവിടെ ഇട്ടുകൊണ്ട് മഹാനവറുകൾ പരിശുദ്ധ ദീനിനു വേണ്ടി അതാ ധർമ്മ സമരമായി അതേ ഈമാനുള്ള ജനങ്ങളെയും ഈമാനുള്ള ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രത്തെയും വെട്ടിപ്പിടിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുന്നിലേക്ക് ചാടി വീഴുന്നു. സുബ്ഹാനല്ലാഹ്. സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിനിറങ്ങുന്നു. അവിടെ ഷഹീദായി മരിക്കുന്നു. നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വർഗാവകാശിയായി പ്രകടമാകുന്നു. സുഹൃത്തുക്കളെ, എപ്പോഴും ആ സ്വർഗം നമ്മുടെ മുന്നിൽ കാഴ്ചയിലുണ്ടാകണം. നേരെ പിന്നിലുള്ള നരകത്തെ കുറിച്ചും ബോധം വേണം. സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുതെന്ന് ഈ പാവപ്പെട്ട എന്നോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സ്ഥാപനവും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വിജയിപ്പിച്ച് പുരോഗമിപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്നതായി ഉയർത്തി വളർത്തിത്തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പണ്ഡിതന്മാർ, നേരത്തെ മരണപ്പെട്ടു പോയ പല പണ്ഡിതന്മാരെയും ഇവിടെ ഓർമ്മിപ്പിച്ചു. ആ പണ്ഡിതന്മാരെ കൂടെ നിന്നുകൊണ്ട് എല്ലാ സഹായവും ചെയ്ത ഒരുപാട് ഉമറാക്കൾ, ഇതിന്റെ പരിസരങ്ങളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ ഉമറാക്കളുണ്ട്, അതുപോലെ ഉലമാക്കളുണ്ട്. ഞങ്ങളെ കൂടെ സഹായിച്ച പലരും മരിച്ചു പോയവരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഏത് പ്രതിസന്ധികളുണ്ടോ, ഏത് പ്രയാസങ്ങളുണ്ടോ, ഏത് കള്ളക്കേസുകളുണ്ടോ, ഏത് കാര്യങ്ങൾ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ശരിയായി കിട്ടേണ്ടതുണ്ടോ, അതെല്ലാം നീ ഞങ്ങൾക്ക് ഖൈറായ വഴികൾ തുറന്നു തരണമല്ലാഹ്. കടങ്ങൾ നീ ഏറ്റെടുത്ത് വീട്ടിത്തരണമല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ലാഹ്. ഞാനിവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞാൻ വരുന്ന വരവിൽ അസ്ഹാബുൽ ബദറിന്റെ പേരിലും ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളുടെ പേരിലും കാറിലിരുന്ന് യാസീനോദി ദുആ ചെയ്തു, നാരിയത്ത് സ്വലാത്തിൽ ദുആ ചെയ്തു. സിറാജുൽ ഹുദക്ക് ചില കാര്യങ്ങൾ ഇന്ന് ശരിയായി കിട്ടേണ്ടതുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾ ക്ലിയറായി കിട്ടേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. വരുന്ന 20-ാം തീയതി 79 ഹാഫിദീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി സിറാജുൽ ഹുദയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവറുകളും ജനറൽ സെക്രട്ടറിയും സിറാജുൽ ഹുദയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളും അതുപോലെ സയ്യിദ് അലി ബാഫക്കി തങ്ങളും
ബദർ സാദാത്ത് തങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മുടെ വാർഷിക പരിപാടിയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് അങ്ങോട്ട് ക്ഷണിക്കുന്നൊന്നുമില്ല. അതേ സമയത്ത് ആരെങ്കിലും സിറാജുള്ള കാണണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അന്ന് വന്നാൽ സന്തോഷമാണ്. രാവിലെ മുതലേ ഹഫലത്തുൽ ഖുർആൻ പരിപാടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കർണാടകയിലുള്ള നിങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്ന പരിപാടി ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തും ഇവിടെ 100-ാം വാർഷികമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വാർഷികങ്ങളൊക്കെ നടത്താനുണ്ട്. അതുവരെ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുന്ന, സംഘടനയ്ക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുള്ള സമയങ്ങൾ സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് SSF-ന്റെ കേരളത്തിലെയും കർണാടകയിലും ഒക്കെ സമ്മേളനങ്ങൾ നടന്നു. SYS-ന്റെ സമ്മേളനം നടന്നു. ഇനി കേരള മുസ്ലിം ജമാഅത്തിന്റെ പരിപാടികളാണ് ഈ വർഷത്തിൽ വളരെ ഗംഭീരമായി നടക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനമൊക്കെ നടക്കാനുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സിറാജുൽ ഹുദയുടെ ഒരു വലിയ വാർഷിക സമ്മേളനം നടത്തണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കർണാടകയിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഉമറാക്കളും ഉലമാക്കളും പ്രവർത്തകരും എല്ലാം സിറാജുൽ ഹുദയോട് വളരെയേറെ സഹകരിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. ഒരുപാട് നൂറുകണക്കിന് ആലിമീങ്ങൾ സിറാജുൽ ഹുദയിൽ പഠിച്ചവർ ഈ കർണാടകയിൽ ദീനി ഖിദ്മത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ.